ഞാനൊരു സ്വപ്നം കണ്ടു. മരുഭൂമിയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയാണ്. കുടിനീർ പോലും വറ്റിത്തീർന്ന ദാഹം എന്നെ വേട്ടയാടുന്നു. അങ്ങകലെ എനിക്കൊരു നാടുണ്ട്. പച്ചപ്പിൻ്റെ ദലച്ചാർത്തിനുള്ളിൽ ചിറകു വിരിക്കാൻ ഒരുങ്ങുന്ന ഒരു പുഴുവായി ഞാൻ അവിടെ മാറുന്നു. ഒരിക്കൽ ചിത്രശലഭമായാൽ വാനോളം ഞാൻ പറക്കും, മോഹങ്ങളുടെ മേലെ വട്ടമിട്ട് പറക്കും. സാഫ്രോൺ, നീ നിർത്തുന്നുണ്ടോ? നമ്മളിത് എവിടെയാണ് വന്ന് നിൽക്കുന്നത്? എന്താണ് ഈ ശില്പം? എനിക്കത് പറഞ്ഞു തരൂ. അത് പറയാം. അങ്ങ് ദൂരെ സഹ്യൻ്റെ താഴ്വരയിൽ തെളിഞ്ഞൊഴുകുന്ന ഒരു പുഴക്കരയിൽ ആര്യനാട് എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ശില്പവൈദഗ്ധ്യത്തിൽ പ്രാഗൽഭ്യനായ ഒരു ആചാര്യനുണ്ട്. നമുക്കദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകാം. ആർട്ടിസ്റ്റ് രാജേന്ദ്രൻ സാർ. ചിത്രങ്ങളും ശില്പങ്ങളും ജീവിതത്തിൽ സംവദിച്ചതും അത് പ്രസരിപ്പിക്കുന്നതും സ്നേഹമെന്ന ആശയമാണ് എന്ന ഇൻട്രൊഡക്ഷനിലൂടെ സാർ സംസാരിച്ചു തുടങ്ങി. എണ്ണമറ്റ ചിത്രങ്ങളിലൂടെ, ശില്പങ്ങളിലൂടെ നമുക്ക് രാജേന്ദ്രൻ സാറിൻ്റെ കലാസബരിയെ അടുത്തറിയാൻ ശ്രമിക്കാം. നല്ല കളറുണ്ട്. ഇത് നമ്മളൊന്ന്. ഇത് എവിടെ വെച്ചേക്കുന്ന ശില്പം? ഇത് ഉള്ളൂർ ഒരു ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ. ഓക്കെ. ഇത് ക്ലേ ചെയ്ത തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ ശില്പം. ഇതുണ്ടോ? ഇതൊക്കെ ആശയപരമായിട്ടുള്ളതാണ്. രണ്ട് ചെവിയിലും നുണ പറയും, ശരി, ഊതി വീർപ്പിക്കും. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടി ചിരിച്ചുകൊണ്ടിരിക്കും. ആളുകളെ തമ്മിൽ കൂട്ടിയടിക്കുന്ന ഒരിതാണ്. ഇത് ആർ സി സിയുടെ മുമ്പിൽ, മെഡിക്കോളിൻ്റെ മുമ്പിലായിട്ടിരിക്കുന്ന ഒരു ശില്പമാണ്. അറിവിൻ്റെ കരങ്ങളിൽ 17 അടി പൊക്കമുണ്ട്. കോൺക്രീറ്റാണ്. ലാൻഡ്സ്കേപ്പ്. ചുവരിൽ വരച്ച ശില്പം ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ ആളിൻ്റെ, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ കാണിച്ചിരിക്കുന്ന അടികൂടുക, വഴക്കടിക്കുക, തമ്മിലടിക്കുക, സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥ. മനുഷ്യർക്ക് സ്നേഹം നഷ്ടമായ അവസ്ഥ. മനുഷ്യനും പിന്നെ രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ ഒഴിവാക്കി മനുഷ്യരായിട്ട് സ്നേഹമായിട്ട് കഴിയാൻ കഴിയാത്ത ഒരവസ്ഥ. അത് ഈ ചിത്രത്തിൽ നമ്മൾ ആവിഷ്കരിക്കുകയാണ്, ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത്. എന്ന് വെച്ചാൽ അടികൂടുക അത് പാടില്ല, നമ്മൾ സ്നേഹത്തിൽ കഴിയണം. വിശ്വമാനവികത. എൻ്റെ എല്ലാ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ അത്തരത്തിലുള്ളതാണ്. സ്നേഹത്തിൻ്റെ ശില്പങ്ങളാണ് എല്ലാം. ഇത് നമ്മളൊന്നെന്നാണ് ഇതിൻ്റെ ഇവിടെ എഴുതി പേര്. സാർ, അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ രൂപമാണോ അവിടെ ഇരിക്കുന്ന ശില്പം? ഇത് ഇതിനെ വലുതാക്കി ആണ് ആദ്യം കിട്ടിയതാണ്. ഇത് സിമൻറ്റ്, കോൺക്രീറ്റാണ്. അതാണ് നമ്മളിപ്പോൾ അവിടെ വലുതാക്കി ചെയ്തിരിക്കുന്നത്. അതെ, അത് ഈ കോവിഡ് കാലത്തും വെള്ളപ്പൊക്ക കാലത്തുമൊക്കെ മനുഷ്യരെല്ലാം ജാതിയും രാഷ്ട്രീയവും മതമൊക്കെ കളഞ്ഞിട്ട് ഐക്യമായിരുന്നു, എല്ലാവരും സ്നേഹമായിരുന്നു ഭയങ്കര. അതുപോലെ പിന്നെ തുടരുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു ശില്പമാണ്. മനുഷ്യരെല്ലാം ഇതുപോലെ ആയിരിക്കണം. രാഷ്ട്രീയവും മതവും ഒക്കെ മനസ്സിരുന്നാൽ പോരെ. മനുഷ്യനെ കാണുമ്പോൾ വിരോധം കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അടികൂടേണ്ട കാര്യമില്ലല്ലോ. ശരിയാണ്, ശരിയാണ്. ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും അവർക്ക് പ്രവർത്തിക്കാം. ഇതും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ ശില്പങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ വളരെ സ്നേഹത്തോടെ ഓരോ വർക്കും സാർ ഞങ്ങളെ കാണിച്ചുകൊണ്ടേയിരുന്നു. ഇത് സ്കൂൾ കലാലയങ്ങളിലൊക്കെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വർക്ക്ഷോപ്പുകളിൽ നിന്നുള്ള ചിത്രങ്ങളാണ്. കൊറോണ സമയത്ത് സാറ് വരച്ച ഒരു ചിത്രം, കടൽ കടന്ന് ഇന്ത്യയിലെത്തി നമ്മെ മാസ്ക് ധരിപ്പിച്ചു, ലോകത്തെ മുഴുവൻ പിന്നെ മാസ്ക് ധരിപ്പിച്ച കൊറോണ എന്ന രോഗത്തിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് പറഞ്ഞ ചിത്രത്തിന് ശേഷം നമ്മെ കാണിച്ചത് സ്നേഹമെന്ന കുടുംബ ചിത്രമാണ്. പിന്നെ മനുഷ്യൻ്റെ സമനില തെറ്റിയാലുള്ള അവസ്ഥ, വിഭ്രാന്തി, മറ്റൊരു പെയിൻറ്റിങ്. സ്കൂളുകളിൽ നടത്തുന്ന വർക്ക്ഷോപ്പുകളിൽ അഥവാ ഇൻബോൺ ടാലൻ്റ് അല്ലെങ്കിൽ കൂടി എല്ലാ കുട്ടികളും ഓരോ കുഞ്ഞു ശില്പങ്ങൾ ചെയ്തു വച്ചിട്ടേ പോകാറുള്ളൂ എന്ന് സാറ് പറഞ്ഞു. അതിൻ്റെ രഹസ്യം എന്തെന്ന് ഞാൻ ചോദിച്ചു.
വിരൽത്തുമ്പിലൂടെ കളിമണ്ണ് ചലിച്ചു ശില്പമായി മാറുന്നതിൻ്റെ അടിസ്ഥാന വിദ്യ പകർന്നു കൊടുക്കും എന്ന് പറഞ്ഞു. ഇത് ഹെൻറി ഗ്രേ അനാട്ടമിയിലായിരുന്നു ജോലി. അനാട്ടമിയുടെ ആദ്യത്തെ ബുക്ക് എഴുതിയ ആളാണ്. ഞാനിത് 1976 ഉണ്ടാക്കി. ഇപ്പോഴും അവിടെ സർവീസ് ഇരിപ്പുണ്ട്. ഇതതുപോലെ ഒരു ഫോറൻസിക് മ്യൂസിയത്തിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇത് എവിടെയാണ് സാർ? അത് മെഡിക്കൽ കോളേജിൽ തന്നെ. അപ്പോൾ ഫോറൻസിക് മ്യൂസിയം അതിനകത്തിരിക്കുക. അത് പത്തോളജിസ്റ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ ഡോക്ടർമാർ ശവങ്ങളിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ശവങ്ങളിലെ രോഗം കണ്ടുപിടിക്കുന്ന ഡോക്ടറാണ് പത്തോളജിസ്റ്റ് എന്നുള്ള ഉദ്ദേശമാണ് അതിൽ കാണിക്കുന്നത്. ഈ ശില്പത്തിന് എത്ര ഹൈറ്റ് ഉണ്ട്? ചെറുതാണോ? ഇത്ര പൊക്കമാകും, ഏകദേശം 2.5 അടി. പൊക്കം. അപ്പോൾ ഇത് ആ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് ശവപ്പെട്ടിയുമായിട്ടാണ് അവരുടെ ജീവിതം. മരിച്ച ശവശരീരങ്ങളുമായിട്ടുള്ള ജീവിതം. സാർ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ SIT ആ വലിയ അമ്മയും കുഞ്ഞും ഇതുണ്ടല്ലോ ശില്പം, അത് എത്ര വലിപ്പമാണ് സാർ? അത് 22 അടി പൊക്കം. 22 അടി പൊക്കം. ഇതിപ്പോൾ ചെയ്ത ഗാന്ധിജിയുടെ ശില്പമാണ്. ഇത് ധനകാര്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. ആരനാട് സ്കൂളിലാണ്. ആരനാട് സ്കൂളിൽ. ഓക്കെ ഓക്കെ. കുട്ടികളുടെ ക്യാമ്പിൽ നിന്നാണ്. വേനൽ മഴ അല്ലേ? ഓരോരുത്തർ നേതൃത്വം വഹിക്കുകയാണ്. ഒരു കളിമണ്ണും എല്ലാം വരുത്തി പിള്ളേരെ സംഘടിപ്പിച്ച്. ഓക്കെ ഓക്കെ. സാർ എപ്പോഴും ബിസി ആയിരിക്കും. മദ്യ ലോബികളുടെ ഒരവസ്ഥ. മനുഷ്യന് അവസാനം അടുത്തുള്ള തന്നെ മരണത്തിൻ്റെ അവസ്ഥ. ഇതൊക്കെയാണ് എൻ്റെ സൃഷ്ടികൾ. മന്നത്ത് പത്മനാഭൻ്റെ ഈ ശില്പം ഇവിടെ ഇരിക്കുകയാണ്. ഫൈബർ ശില്പമാണ്. ഇത് വെള്ളനാട് ജംഗ്ഷനിൽ ഇരിക്കുന്നു. ഇത് ഫൈബർ ഗ്ലാസ് ആണല്ലേ? NSS ഓഫീസിൻ്റെ മുമ്പിൽ വെള്ളനാട് ജംഗ്ഷൻ. വെള്ളനാട് ജംഗ്ഷൻ. അതുതന്നെ എല്ലാം ഒരു സ്നേഹത്തിൻ്റെ ആശയങ്ങളാണ് വരുന്നത്. ഞാൻ ആരംഭത്തിലേ പറഞ്ഞില്ലേ, ഹാർമണി. മനുഷ്യരെല്ലാം പല നിറമാണെങ്കിലും അതെ, അവരുടെ ശരീരത്തിൽ ഉള്ളതെല്ലാം രക്തം ഒരുപോലെ തന്നെയാണ്. അതെ. അപ്പോൾ നമ്മളിങ്ങനെ നിറവും രാഷ്ട്രീയവും ഒന്നും കാണിച്ച് സംസാരിക്കാതെ സ്നേഹത്തിൽ സംസാരിക്കുക, സ്നേഹത്തിൽ ഇടപെടുക എന്നുള്ള ആശയമാണ് ഇതിലുള്ളത്. ലാൻഡ്സ്കേപ്പ് ഇത് ക്യാമറ മൊബൈലിലെ പടം എടുത്തിട്ട് അത് നോക്കി വരച്ചതാണ്. ഓക്കെ ഓക്കെ. തമിഴ്നാടാണ്. ഇതൊരു കോർപ്പറേഷൻ നടത്തിയ ക്യാമ്പിലെ വർക്കാണ്. ഇതതുപോലെ ഒരു ശില്പമാണ് ക്രൂരൻ. ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാനിത് അല്ല മീൻസ് ആർട്ടിക്കിളിൽ കണ്ടിട്ടുണ്ട്. ക്രൂരൻ അല്ലേ? ക്രൂരൻ ഒന്ന് വായിച്ചോട്ടെ സാർ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയത്. ഒരു കണ്ണടയും ഒരു കണ്ണ് ചൂഴ്ന്നു നോക്കിയും അല്ലേ, കോടിയ ചിരിയും. അതാണ് ഈ കോൺസെപ്റ്റ്. അതെ, ഒരാധുനികനായ ഒരു വില്ലൻ. പിന്നെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് നമുക്ക് ശില്പം ഉണ്ടാക്കാം. ഇപ്പോഴത്തെ പുതിയ ഇൻസ്റ്റലേഷൻ ആർട്ട് എന്ന് പറയും. അതെ അതെ അതെ. പഴയ വസ്തുക്കളുണ്ട്. അതെ, സസ്റ്റൈനബിലിറ്റി. അതെ. അതെന്തായിരുന്നു ആ വസ്തു? പേപ്പറാണോ? അല്ല, ഇത് കരിക്കല്ല് പീസ്, ഗ്രാനൈറ്റ് പീസ് കട്ട് ചെയ്ത് കളഞ്ഞ. ഓ യെസ് യെസ്. ചുവരിലൊക്കെ ക്ലേ ആണെന്ന് തോന്നുന്നു അല്ലേ? ക്ലേ വർക്കാം. രോഗിയും ഡോക്ടറും എന്ന കോൺസെപ്റ്റാണ്. രോഗത്തെ കാണിക്കുന്നതാണ് ഈ സർപ്പത്തിൻ്റെ, വിഷത്തിൻ്റെ അടയാളമാണ്. വിഷം മനുഷ്യനെ രോഗിയാക്കി മാറ്റി. അതെ അതെ. അപ്പോൾ പിന്നെ അതിൽ നിന്നും ഡോക്ടർ എന്ന് പറയുന്നത് കൈയാണ്. ഓ ഓ ഓക്കെ. നമ്മളിത് മനസ്സിലാകാത്തതിന് ഞാനിപ്പോൾ മാനവീയ വീഥിയിൽ എക്സിബിഷൻ നടത്തിയപ്പോഴും മനസ്സിലാകാത്തവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. മനസ്സിലാകുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ആശയവും അതിൻ്റെ മൂല്യവും മനസ്സിലാക്കുന്നത്.
അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെച്ചത്. അത് വെക്കാൻ കാരണവും മാനവീയം വീതിയിൽ വെക്കാൻ കാരണം അതുകൊണ്ടാണ്. മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആരും വരത്തില്ല, പൊതുജനം വരത്തില്ല. മ്യൂസിയത്തിൽ ടിക്കറ്റ് എടുക്കുന്നവർ മാത്രം കയറും. സാർ സൂര്യകാന്തിയിൽ ടിക്കറ്റ് ഉണ്ടോ? സൂര്യകാന്തിയിൽ ടിക്കറ്റ് ഇല്ല. ഇല്ല. പക്ഷേ നമുക്ക് ഇത്രയധികം ചിത്രങ്ങളും ശില്പങ്ങളും വെക്കാനുള്ളൊരു ഫെസിലിറ്റിയും കാണാനുള്ള സൗകര്യം ഉണ്ടാവണം. മാനവീയം വീതി അത് ഇപ്പോൾ അതിനായിട്ട് നല്ല സജ്ജമാണെന്ന് തോന്നുന്നു. അവിടെ നമുക്കവിടെ നമ്മൾ വിചാരിച്ചാൽ അവിടെ നടത്താൻ പറ്റും, അവിടെ ആൾക്കാരെ ബോധ്യമാക്കാൻ പറ്റും. സാർ മാനവീയം വീതിയിൽ ഇപ്പോൾ നടത്തിയ ശില്പങ്ങളുടെ ആണോ ചിത്രങ്ങളുടെ, അത് മിക്സ്ഡ് ആണോ? അല്ല, മിക്സ്ഡാണ്. അത് എന്നായിരുന്നു ഡേറ്റ്? 300-300 കേരളത്തിൽ ചെയ്ത എല്ലാ വർക്കുകളും, പുറം രാജ്യത്തൊക്കെ ചെയ്ത എല്ലാ വർക്കുകളുടെയും ചിത്രങ്ങളും 40ഓളം ശില്പങ്ങളും ആണ് മാനവീയം വീതിയിൽ നടത്തിയത്. ഓക്കെ. അതുപോലെ മണ്ണിൽ ചെയ്ത ശില്പമാണ്. ഒരു പതുങ്ങിക്കിടക്കുന്ന ഒരു സിംഹം മെഡിക്കൽ കോളേജ് ഗാർഡനിൽ ചെയ്തതാണ്. അതിപ്പോഴും ഉണ്ട് അവിടെ? ഇപ്പം ഇല്ല. അവിടെ വേറെ കെട്ടിടം വന്നു. അത് ശരി, അതൊരു ഗാർഡൻ ശില്പമായി. ഗാർഡൻ ശില്പം. പക്ഷേ ഇതുപോലെ നശിച്ചു പോയതൊക്കെ കുറേ ഉണ്ട്. ഡൽഹിയിൽ അതിൻ്റെ ഇത്തരം ശേഖരങ്ങളുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു. ഇത് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ ചെയ്തതാണ്. മെഡിക്കൽ കോളേജിൽ പ്രിയദർശിനി ഓഡിറ്റോറിയം അല്ലേ? ഗാന്ധിജിയും ഹരിജനങ്ങളും. ഓക്കെ. അതിലൊരു എഴുതിയിരിക്കുന്നത് സാർ, മെഡിക്കൽ കോളേജ് പ്രിയദർശിനി ഓഡിറ്റോറിയം ചുവരിൽ ചെയ്ത ശില്പം അന്നത്തെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനാച്ഛാദനം ചെയ്തു. ഇത് റിലീഫ് ആണോ? റിലീഫാണ്. അത് ശരി. എണ്ണമറ്റ ചിത്രങ്ങളും ശില്പങ്ങളും സാറ് ചെയ്തു അല്ലേ? സാറ് സാറിൻ്റെ ഒരു ഏത് ഏജിലായിരിക്കും സാറ് പ്രധാനമായിട്ട് ഈ കലയെ ആശ്രയിച്ചു തുടങ്ങിയത്? അത് മീൻസ് കലയിലേക്ക് കോൺസെൻട്രേറ്റ് ഫുൾ? അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 12ാം വയസ്സ് മുതൽ ഓക്കെ വരച്ചു തുടങ്ങി. സാറ് ജനിച്ചത് ആര്യനാട്? ആര്യനാട്. പ്രോപ്പർ ആര്യനാട് എവിടെയാണ് സാർ? ആര്യനാട് ബസ് സ്റ്റാൻഡ് എതിരെയാണ് എൻ്റെ വീട്. അത് ശരി. ഓപ്പോസിറ്റ് തന്നെ ഇവിടെ. അപ്പോൾ അത് ആര്യനാട് ടൗൺ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റുള്ള ഒരു സ്ഥലത്താണ്. പക്ഷെ പണ്ടതങ്ങനെ ആയിരുന്നില്ല അല്ലേ? ആര്യനാട് ഒരു ടൗൺഷിപ്പ് വന്നതൊക്കെ നേരത്തെ ഗ്രാമപ്രദേശമായിരുന്നു, മലയുടെ അടിവാരമാണല്ലോ. അതെ. ഇതെല്ലാവരും കണ്ടിട്ടുള്ള ശില്പമാണ് ദിനോസർ. അതെ. ഈ ദിനോസർ നമ്മുടെ മ്യൂസിയം വളപ്പിലായിരുന്നു. മ്യൂസിയം വളപ്പിൽ. അതെ. ഇപ്പോൾ അതവിടെ ഇല്ല. ഇതൊരു ക്യാമ്പ് ചിത്രമാണ്, ഇളകര അക്കാഡമിയുടെ. ഇത് വെള്ളപ്പൊക്കം വന്നിട്ട് കെട്ടിടങ്ങളെല്ലാം ഒഴുകി താഴോട്ട് പോകുന്നു. അത് ശരി. ഇത് എത്ര കാലം മുമ്പ് സാറിൻ്റെ മനസ്സിൽ തോന്നിയതാണ്? ആദ്യ വെള്ളപ്പൊക്കത്തിൻ്റെ തലേ ദിവസം വരച്ചതാണ്. അത് ശരി. ഇത് വരച്ചതിൻ്റെ അടുത്ത ദിവസം അതെ പിന്നെ എല്ലായിടത്തും വെള്ളപ്പൊക്കം വന്നു. ഏത് ഇയറിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് പറയുന്നത്? അത് മുമ്പ് ആദ്യമായിട്ട് കേരളത്തിൽ വന്ന 2018-ലെ. ഓക്കെ. ഈ പടം അന്ന് അതിൻ്റെ തലേ ദിവസം വരച്ചു. മഴയായിരുന്നു, മഴക്കാലമായിരുന്നു. നല്ല മഴയായിരുന്നു. മഴയെ ആശയമാക്കിയുള്ള ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മഴ വന്നിട്ട് മലയിൽ നിന്ന് ഒഴുകി വന്ന മലയിലെ ഇടിമിന്നലും കോപങ്ങളും ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മലയിൽ വീണിട്ട് അത് വന്നു കഴിഞ്ഞു. അടുത്ത ദിവസം നേരെ ഉണർന്നപ്പോൾ എല്ലാ ഭാഗത്തും വീടുകളും നശിച്ചു, ആളുകൾ മരിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇതും ഐക്യത്തിൻ്റെയും കുടുംബത്തിൻ്റെ സ്നേഹമാണ് കാണിക്കുന്നത്. മരച്ചില്ലകൾ പോലെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സാർ, ഇതൊരു കുടുംബം എന്ന കൺസെപ്റ്റാണോ? അതെ, കുടുംബം എന്നുള്ള കുടുംബം എന്ന കൺസെപ്റ്റ്. കാരണം മരമാണെങ്കിലും അവർക്കും കുഞ്ഞു മരങ്ങളും എല്ലാം അവരെ അമ്മയെ താലോലിക്കുകയാണ്. സാർ, ഞാനതിൽ ഏറ്റവും കണ്ടത്, സാർ ഞാനത് പറയാൻ സാറിനോട് ആഗ്രഹിക്കുന്നത്, കാരണം നമ്മൾ രണ്ടുപേരും ആർട്ടിൻ്റേതായതുകൊണ്ട്, ഇന്നലെ ഒരു സെൻറ്റിപ്പേഡ്, അതായത് പഴുതാര, ഞാൻ മുമ്പ് ഒക്കെ ചിന്തിക്കാറുണ്ട്, ഈ ജീവികൾക്കൊക്കെ ഇത്രമാത്രം കാലെന്തിനു കൊടുത്തിരിക്കുന്നു, വെറുതെ കാലെന്തിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇന്നലെ കണ്ട ഒരു പഴുതാര അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രയും കാലുകൾ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു കൂട് പോലെ മലർന്ന് അത് കിടന്നിട്ട് ഈ ജീവി ഒരെണ്ണം പോലും പുറത്തേക്ക് പോകാത്ത രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാണിക്കുന്നൊരു വെപ്രാളമുണ്ട്. കുടുംബം, ഇന്ന് ആ കുടുംബത്തിൻ്റെ ആ ഒരു ജീവിയുടെ കൺസെപ്റ്റ് ഇന്ന് മനുഷ്യരിലുണ്ടോ സാർ? ജീവജാലങ്ങളുടെ ഇല്ല കുടുംബത്തെ കെയർ ചെയ്യുന്ന വല്ലാത്തൊരവസ്ഥയായി മാറിയില്ലേ ഇപ്പോൾ? അതെ. ഇപ്പോൾ പണ്ട് നമ്മൾ 10 മക്കളും 12 മക്കളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മോനോ മോളോ ആയി മാറി ഇപ്പോൾ. അതെ.
എന്നിട്ട് ആ ഒന്നിനെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആർക്കും പറ്റുന്നില്ലേ? ഈ കഴിഞ്ഞ വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നതല്ലേ? ഒരു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കുഴിച്ചു മുട്ടി ഒരു കുഞ്ഞിനെ. അപ്പോൾ കുടുംബം എന്നുള്ള കൺസെപ്റ്റ് ജീവജാലങ്ങളിൽ ഏറെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു അല്ലേ? ഞാനത് ആ സെൻറ്റിപ്പേഡിൽ കണ്ടത്. അതുപോലെ നമ്മളിപ്പോൾ പൂച്ചയെ കണ്ടാലും എല്ലാം ഭയങ്കര സ്നേഹമായിട്ട് അവർ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. കുഞ്ഞുങ്ങളെ പക്ഷികളായാലും ആഹാരം കൊടുക്കുന്നു ഇപ്പോഴും. അതെ. ഇത് മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ഗ്രൗണ്ടിൽ അങ്കണത്തിൽ പുൽത്തകടിയിൽ ചെയ്ത ഇൻസ്റ്റലേഷനാണ്. ഓക്കെ. ലഹരി വിരുദ്ധ ദിനത്തിൽ ഇത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ചെയ്തിട്ടുണ്ട്. കൊല്ലം ബീച്ച് ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും എന്നെ അവസരം കിട്ടിയിട്ടുണ്ട് പിന്നീട് ചെയ്യാനായിട്ട്. കാരണം ഈ കോൺസെപ്റ്റ് മരണത്തിൽ നിന്നുള്ള മൽപ്പിടുത്തം, ഇത് മരിച്ച് കിടക്കുകയാണ്, മദ്യപിച്ചാലുള്ള അവസ്ഥയെ കാണിക്കുക. ഇത് ഫൈബർ ഗ്ലാസ് ആണ് സർ? അതല്ല, ഇത് പ്ലാസ്റ്റർ പാരീസ്. ഓക്കെ. കൈയും കാലും ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കുപ്പിയുടെ പുറത്ത് കിടത്തി. ഇത് നമ്മുടെ മ്യൂസിയം വളപ്പിലാണ്. മ്യൂസിയം വളപ്പിൽ. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ല കാഴ്ചയായിരുന്നു. ഒത്തിരി പത്രങ്ങളിലും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. സാറിൻ്റെ ചിത്രങ്ങളും ശില്പങ്ങളും ഒരു ഫ്രെയിമിൽ ഒതുക്കി നിങ്ങളോട് അവതരിപ്പിക്കുവാൻ ഉള്ള ശേഷി എനിക്ക് ഇല്ല. ഞാനത് മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിത്രങ്ങളിലൂടെ കടന്നുപോയ സമയങ്ങൾ ധന്യമായിരുന്നു. ഇനി നമുക്ക് ശില്പങ്ങളിലൂടെ കടന്നു പോകണം. ഇതിൻ്റെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുക. സ്നേഹപൂർവ്വം, സാഫ്രോൺ.